സർവേഷാം കൃതേ മമ നമസ്കാരഃ. ഇന്ന് ലോട്ട് ലകാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഇതിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. എഴുതൂ, എഴുതട്ടെ, എഴുതിയാലും, പഠിക്കൂ, പഠിക്കട്ടെ, പഠിച്ചാലും, പോകൂ, പോകട്ടെ, പോയാലും, വരൂ, വരട്ടെ, വന്നാലും, ചിന്തിക്കൂ, ചിന്തിക്കട്ടെ, ചിന്തിച്ചാലും തുടങ്ങിയ രീതിയിലുള്ള അർത്ഥങ്ങളാണ് ഈ ഒരു ലോട്ട് ലകാരത്തിൽ ഉണ്ടാവുക. ഇനി ഇവയുടെ പരസ്മൈപതി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ലിഖ് ധാതുവിൻ്റെ തന്നെയാണ് പ്രഥമ പുരുഷൻ. ലിഖതു, ലിഖതാം, ലിഖന്തു. മധ്യമ പുരുഷഃ ലിഖ, ലിഖതം, ലിഖത. ഉത്തമ പുരുഷഃ ലിഖാനി, ലിഖാവ, ലിഖാമ. ഇവിടെ എഴുതൂ, എഴുതട്ടെ, എഴുതിയാലും എന്നിങ്ങനെ വരുന്ന ഏത് അർത്ഥങ്ങളും വാക്യത്തിനനുസരിച്ചിട്ട്, അതിലുള്ള സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏതർത്ഥമാണ് വേണ്ടത് എന്ന് നമുക്ക് എടുക്കാം. ഇതേപോലെ തന്നെ വിഷുധാതുവിൻ്റെ, ദൃശ്യധാതുവിൻ്റെ, സ്ഥാധാതുവിൻ്റെ, പാധാതുവിൻ്റെ തുടങ്ങിയ ഒരുപാട് ധാതുക്കളുടെ രൂപങ്ങളെല്ലാം ഈ ഒരു ലോട്ട് ലകാര രൂപങ്ങൾ പഠിച്ചാൽ നമുക്ക് അറിയുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വിഷുധാതുവിൻ്റെ ഈ ലോട്ട് ലകാര രൂപം എങ്ങനെയാണ് നോക്കാം. വിശതു, വിശദാം, വിശന്തു. വിഷ, വിശതം, വിശത. വിഷാനി, വിഷാവ, വിഷാമ. ദൃശ്ധാതുവിൻ്റെ പശ്യതു, പശ്യതാം, പശ്യന്തു. പശ്യ, പശ്യതം, പശ്യത. പശ്യാനി, പശ്യാവ, പശ്യാമ. സ്ഥാധാതു തിഷ്ടതു, തിഷ്ടതാം, തിഷ്ടന്തു. തിഷ്ട, തിഷ്ടതം, തിഷ്ടത. തിഷ്ടാനി, തിഷ്ടാവ, തിഷ്ടാമ. പാധാതുവിൻ്റെ പിബതു, പിബതാം, പിബന്തു. പിബ, പിബതം, പിബത. പിബാനി, പിബാവ, പിബാമ. ഇനി ആത്മനേപതി. വന്ദധാതുവിൻ്റെ വന്ദതാം, വന്ദേതാം, വന്ദന്താം. വന്ദസ്വ, വന്ദേധാം, വന്ദദ്വം. വന്ദൈ, വന്ദാവഹൈ, വന്ദാമഹൈ. വന്ദിക്കട്ടെ, വന്ദിക്കൂ, വന്ദിച്ചാലും ഇങ്ങനെ തന്നെയാണ് മീനിങ്സ് വരുന്നത്. ഇതേപോലെ ഈക്ഷധാതുവിൻ്റെ നമുക്കൊന്ന് നോക്കാം. ഈക്ഷതാം, ഈക്ഷേതാം, ഈക്ഷന്താം. ഈക്ഷസ്വ, ഈക്ഷേധാം, ഈക്ഷദ്വം. ഈക്ഷൈ, ഈക്ഷാവഹൈ, ഈക്ഷാമഹൈ. അടുത്തത് മുദ് ധാതുവിൻ്റെ എങ്ങനെ വരിക ഏകവചനം? മോദതാം, മോദേതാം, മോദന്താം. മോദസ്വ, മോദേധാം, മോദദ്വം. മോദൈ, മോദാവഹൈ, മോദാമഹൈ. അതുപോലെ അടുത്ത ധാതു കമ്പ് ധാതു. കമ്പതാം, കമ്പേതാം, കമ്പന്താം. കമ്പസ്വ,
കമ്പേധാം, കമ്പദ്വം, കമ്പൈ, കമ്പാവഹൈ, കമ്പാമഹൈ. അതുപോലെ വർദ്ധധാതുവിൻ്റെ വർദ്ധതാം, വർദ്ധേതാം, വർദ്ധന്താം, വർദ്ധസ്വ, വർദ്ധേത്താം, വർദ്ധദ്വം, വർദ്ധൈ, വർദ്ധാവഹൈ, വർദ്ധാമഹൈ. അതുപോലെ വൃത്തധാതുവിൻ്റെ വർത്തതാം എന്നാണ് തുടങ്ങുന്നത്. അതുപോലെ 9 രൂപങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി കുറച്ച് ഉദാഹരണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അഹം വിദ്യാലയം ഗച്ഛാമി, ഞാൻ വിദ്യാലയത്തിലേക്ക് പോകട്ടെ. ഗച്ഛാനി എന്നാണ് ക്രിയാപദം. ഏത് ക്രിയാപദം? ലോട്ട് ലകാര ക്രിയാപദം. ഗം ധാതുവിൻ്റെ പുരുഷൻ ഏതാണെന്ന് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം അവിടെ അഹം എന്ന കർത്തൃപദം വന്നതുകൊണ്ട് ഉത്തമ പുരുഷൻ അല്ലേ. അഹം വിദ്യാലയം ഗച്ഛാനി എന്നതിൻ്റെ ബഹുവചനം എങ്ങനെയാവും? വയം വിദ്യാലയം ഗച്ഛാമ അല്ലേ. ഞങ്ങൾ വിദ്യാലയത്തിലേക്ക് പോകട്ടെ. അടുത്തത് ത്വം വിദ്യാലയം ഗച്ഛ, നീ വിദ്യാലയത്തിലേക്ക് പോകൂ അല്ലേ. ത്വം ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മധ്യമ പുരുഷന്റെ ക്രിയാപദം ഗച്ഛ അവിടെ ചേർത്തു. സഹ പരീക്ഷാം ലിഖതു, അവൻ പരീക്ഷ എഴുതട്ടെ അല്ലേ. ലിഖതു പ്രഥമ പുരുഷനാണ്. എങ്ങനെ തിരിച്ചറിഞ്ഞു? സഹയാണ് അല്ലേ. അധ്യാപകഃ പാഠാൻ പാഠയതു, ഇവിടെയും പ്രഥമ പുരുഷനാണ്. പാഠയതു, അധ്യാപകൻ പാഠങ്ങളെ പഠിപ്പിക്കട്ടെ. ശിശുഃ ദേവം വന്ദതാം, ശിശു ദേവനെ വന്ദിക്കട്ടെ. വയം അല്പാഹാരം ഖാദാമ, ഞങ്ങൾ അല്പാഹാരം കഴിക്കട്ടെ. വയം ഉത്തമ പുരുഷനാണ്. അതുകൊണ്ട് ഖാദാമ എന്ന ലോട്ട്ലകാര ക്രിയാപദം. ബാലകാഹ കോലാഹലം കുർവന്തു, ബാലകന്മാർ കോലാഹലം ചെയ്യട്ടെ. കൃധാതുവിൻ്റെ പ്രഥമ പുരുഷന്റെ ബഹുവചനമാണ് കുർവന്തു എന്നത്. അതുകൊണ്ട് ഇവിടെ ബാലകാഹ എന്ന കർത്തൃപദം. ബാലകന്മാർ തന്നെ വരണമെന്നൊന്നുമില്ല. ബാലകാഹ, പുരുഷാഹ, ജനകാഹ, സഹോദരാഹ, പുത്രാഹ, ശിശവഃ, രാമാഹ എന്നിങ്ങനെ ഏതൊരു പുരുഷന്മാരെയും നമുക്കിവിടെ ഉൾപ്പെടുത്താം. ഓക്കെ. ഇനി അടുത്തത് കുറച്ച് കേവലം ക്രിയാപദങ്ങളെ ഞാൻ തന്നിട്ടുണ്ട്. അവയുടെ ധാതുലകാര പുരുഷവചനങ്ങളെ ഒന്ന് എഴുതി നോക്കണം. ഓക്കെ. 2 എണ്ണം ഞാൻ പറയാം, ബാക്കിയുള്ളത് സ്വയം ചെയ്ത് നോക്കുക. പിബ, പാ ധാതുവാണ്, മധ്യമ പുരുഷനാണ്, ലോട്ട് ലകാരമാണ്, പരസ്മൈപദിയാണ്, ഏകവചനമാണ്. ഓക്കെ. അടുത്തത് ചല, ചല് ധാതു, മധ്യമ പുരുഷ, പരസ്മൈപദ, ലോട്ട് ലകാര, ഏകവചനം. കരോതു, കൃധാതു, പ്രഥമ പുരുഷ, ഏകവചന, പരസ്മൈപദി, ലോട്ട് ലകാര. ബാക്കിയുള്ള ക്രിയാപദങ്ങളെ ഒന്ന് സ്വയം ഉണ്ടാക്കി നോക്കുക. ഓക്കെ.